ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മുടെ മൂന്നാമത്തെ ചാനലിൽ വീഡിയോ ഇട്ടുണ്ടാകും. നമ്മുടെ എന്താ പറയുക, One UI 7 ബീറ്റ നമ്മുടെ S23 സീരീസുകൾക്ക് അവൈലബിൾ ആയിരുന്നു. നിങ്ങൾ എൻറോൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എൻറോൾ ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോ ഉണ്ടാകും, കാണാത്ത പോയി കണ്ടു നോക്കാം. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി ഇന്നലെ നമ്മൾ എൻറോൾ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ഓവർവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മുടെ S25 നമ്മുടെ One UI 7 സ്റ്റേബിൾ വെർഷൻ വന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ എന്ന് വെച്ചാൽ One UI 7 സ്റ്റേബിൾ വെർഷൻ വരുമ്പോൾ എന്തായാലും കുറച്ച് വൈകും. ഏപ്രിൽ റേഞ്ചിലാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യണോ, അതിൽ ബഗ്സുകൾ ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GST വേൾഡ് കാണാൻ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത്, ഇത് ഞാൻ ആക്ച്വലി ഇന്നലെയാണ് അപ്ഡേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു നമ്മൾ എന്താ അപ്ഡേറ്റ് വന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഒരു 4 GB സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സംഭവങ്ങളും മാറിയിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു One UI അപ്ഡേറ്റിനൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ സെക്ഷൻ അവിടെ ഇങ്ങനെയാണ് വന്നതുണ്ടോ. അതിൻ്റെ ഫോണ്ടും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും മാറി കണ്ടു. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാട്ടോ. എന്ന് വെച്ചാൽ ബ്രൈറ്റ്നെസ് ചിലപ്പോൾ കുറച്ചില്ലെങ്കിലേ നമുക്ക് എന്താ കണ്ടോ, ഇതാണ് നമുക്ക് പിന്നെയും ബ്രൈറ്റ്നെസ് കൂടിയത്. അഡാപ്റ്റീവ് ബ്രൈറ്റ്നെസ് ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇതിൽ One UI 7 ബീറ്റ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട് കേട്ടോ. അത് ഓൾ ചേഞ്ചസ് 4.7 GB ആണ് ഇതിൻ്റെ സൈസിനാകുന്നത്. ഇൻക്ലൂഡിങ് മാർച്ച് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ സംഭവം തന്നെയാണ്. ഇൻക്ലൂഡിങ് മാർച്ച് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളി മാറിയിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാവുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. സത്യം പറയുമ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഒരു ബഗ്ഗുകളും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും സ്റ്റേബിൾ വെർഷൻ പോലെ തന്നെ ഇതുവരെയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടും. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സംഭവം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽസ് കിട്ടും. ഈ സംഭവത്തിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ രണ്ട് സൈഡിലായിട്ടുള്ള ആ മോഡ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ പാനലും ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്, കുറച്ച് ട്രാൻസ്പാരൻ്റ് ഒക്കെ ആയിട്ടുണ്ട് കണ്ടു. പിന്നെ നമ്മൾ ഐക്കൺസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഐക്കൺസിൻ്റെ കുറച്ചുകൂടി നല്ല ബെറ്റർ ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല ലുക്കായിട്ടുള്ള ഒരു ഐക്കൺസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ആപ്പ് ബാർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആപ്പിൻ്റെ സെക്ഷൻ ഇപ്പോൾ നമ്മുടെ നോർമൽ നമ്മുടെ ആൻഡ്രോയിഡിലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ വെർട്ടിക്കൽ ആക്കിയിട്ടുണ്ടോ. മറ്റേ സാംസങ്ങിൻ്റെ നോർമലി ഓരോ പേജസ് ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ അത് അങ്ങനെ ആക്കാൻ പറ്റും. പക്ഷേ ഈ മോഡും ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് മാത്രമേ. പക്ഷേ ഇതാണ് കുറച്ചുകൂടി നല്ലത് കണ്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്ത്നെസ് ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഇപ്പോൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ആപ്സുകളുടെ ഇത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കുറേ കാലം മുമ്പേ One UI 7 കണ്ടിട്ടുള്ളതാണല്ലോ. അതേപോലെ തന്നെ അതിന് ഞാൻ S23 വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ AI ഫീച്ചേഴ്സും കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഇൻ്റർഫേസ് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മുടെ ക്യാമറ ഇൻ്റർഫേസിൽ സൂം ഫോട്ടോയിൽ നമ്മൾ അത് ബീറ്റ വെർഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ബഗ്ഗാണോ സംഭവം അറിയില്ല, നമ്മൾ സൂം ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് നമ്മൾ ഫേസ് ചെയ്ത് നോക്കിയില്ല. അതാണ് ആകെ ഞാൻ കണ്ട ഒരു കോൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാറ്ററി ഐഡിയൽ ടൈം ട്രെയിനിങ്ങും കുറച്ച് കൂടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ബഗ്ഗുകളൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്തായാലും അത് ഫിക്സ് ആവും. ഒറിജിനൽ സ്റ്റേബിൾ വെർഷൻ വരുമ്പോൾ എന്തായാലും ഫിക്സ് ആവും. വേറെ എനിക്ക് ശരിക്കും ഞാൻ പറയണേ, നിങ്ങൾക്ക് എന്തായാലും ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല. എന്താ വെച്ചാൽ ബീറ്റ വെർഷൻ എല്ലാവർക്കും കിട്ടില്ല. ഇനീഷ്യലി ആദ്യം ആരൊക്കെയാണോ എൻറോൾ ചെയ്യുന്നത് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ അതിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ഓൾറെഡി ക്ലോസ് തന്നെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ശരിക്കും നല്ല കിടിലൻ സാധനമായിരുന്നു കേട്ടോ. ശരിക്കും അപ്ഡേറ്റ് ചെയ്യണം എന്നായിരുന്നു ഞാൻ ആക്ച്വലി ആദ്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ഇത് ഫസ്റ്റ് ബീറ്റ വെർഷൻ അല്ല. എന്ന് വെച്ചാൽ ഓൾറെഡി S24 സീരീസുകളിൽ കുറേ ബീറ്റ വെർഷൻ 4-5 ബീറ്റ വെർഷൻ കഴിഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി ലെവൽ വരുന്ന ബീറ്റയിൽ മോഡൽ പോലെ ബഗ്ഗുകൾ സംഭവമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, തീരെ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററിയൊക്കെ ശരിക്കും നോർമലി നമ്മുടെ S23 ഉണ്ടായത് വേറെ കാര്യം. പക്ഷേ ഐഡിയൽ ടൈമിൽ നാട്ടും കുറച്ച് കൂടുതലാണ് നമ്മളോട്, ഭയങ്കര കൂടുതലൊന്നും ഞാൻ പറയില്ല.
പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ക്യാമറയുടെ ഇഷ്യൂ, അതെന്തായാലും ഒരു ബഗ് ഫിക്സ് ചെയ്യും. ശരിക്കും എനിക്ക് ഏറ്റവും എടുത്തു പറയുന്ന സംഭവം വെച്ചാൽ ഭയങ്കര സ്മൂത്ത്നെസ് ആയിട്ടാ. എന്താ പറയുക, അതിൽ സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്നാപ്ഡ്രാഗൺ 808 ഒക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അത്രയും സ്മൂത്ത്നെസ് നമ്മുടെ OnePlus 13 ഒക്കെ ഉപയോഗിച്ചില്ല, നമ്മൾ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ അതേപോലെ അത്രയും സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സും നല്ല ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബട്ടർ ഫോൺ, ശരിക്കും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. 1UI എന്തായാലും സാധനം വന്നു കഴിഞ്ഞാൽ ഒരു കില്ലർ സാധനം തന്നെയായിരിക്കും നമ്മുടെ പഴയ ഡിവൈസുകൾ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ A സീരീസുകൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ A സീരീസുകൾക്ക് വില നമ്മുടെ ഇതിൻ്റെ നിങ്ങൾക്കറിയില്ലോ, നോർമലി സാംസങ്ങിൻ്റെ 1UI കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തായാലും 8th ജനറേഷൻ ചിപ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് ചിപ്പുകൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ശരിക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും മിക്കത് ഇതിൻ്റെ ഫുൾ വേർഷൻ ഒന്നും അതിൽ വരാൻ ചാൻസ് ഇല്ല, പ്രത്യേകിച്ച് A സീരീസുകൾക്കും അതുപോലെ തന്നെ കുറച്ച് പഴയ സീരീസുകൾക്കൊന്നും ഇത്രയും പോകുന്ന ഫുൾ വേർഷൻ വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ S25 കുറച്ച് ഒരു ഫീച്ചേഴ്സ് കുറവുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിനാട്ടും ഫീച്ചേഴ്സ് കുറവുള്ളതായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ് വരാൻ പോവുക. അപ്പോൾ എന്തായാലും എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് എന്താണെന്ന് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ കാര്യമുള്ള ബഗ് ഫീസോ സംഭവമൊന്നും ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നൗബാറും കാര്യങ്ങളൊക്കെ വന്നു, ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നൗബാർ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാർജിങ്ങിന് കുത്തുമ്പോൾ ഉള്ള അനിമേഷനൊക്കെ ഇല്ല, അതൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. പണ്ട് നമ്മുടെ ഒരു വട്ടം പോലെ വരുമായിരിക്കും ചെയ്യാറ്. ഇപ്പോൾ കണ്ടോ, ഇവിടുത്തെ നമ്മുടെ ഒരു ബാർ പോലെയായി. അതുപോലെ തന്നെ മുകളിലും ഇപ്പോൾ സ്ക്രീൻ ഓൺ ആണെങ്കിൽ മുകളിലും ചാർജിങ് ചെറിയ സ്ഥലത്ത് എഴുതി കാണിക്കട്ടെ. അപ്പോൾ ഓവറോൾ ഗ്രാഫിക്സ് എന്ന് പറയാൻ പറ്റില്ല, ഓവറോൾ അനിമേഷനും സംഭവമൊക്കെ ഭയങ്കര ബെറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും തംസപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാൻ മാത്രം ഒന്നാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ Instagram പേജിൽ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഫോളോ അടിച്ചാൽ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം. ബൈ.